ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഷൂർ CMA മലയാളം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ CMA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ 11 ഇൻഡയറക്റ്റ് ടാക്സേഷനിലെ സ്റ്റഡി നോട്ട് നമ്പർ 11 കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാച്ചിങ് കൺസെപ്റ്റ് അണ്ടർ GST. മാച്ചിങ് കൺസെപ്റ്റിനകത്ത് പറയുന്നത് മാച്ചിങ് ഓഫ് ITC ആണ്. ITC ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് മാച്ച് ആവുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിൽ മാച്ച് ആവുന്നില്ല, മാച്ച് ആവാത്ത സിറ്റുവേഷനിൽ നമ്മൾ GST ലയബിലിറ്റി എങ്ങനെ ആ ഒരു എക്സസ് എമൗണ്ട് വന്നിരിക്കുന്ന ലയബിലിറ്റി നമ്മൾ എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ITC ക്ലെയിം ചെയ്യാനുള്ള റേറ്റ് എപ്പോഴും റെസിപ്പിയൻ്റോ സർവീസിനാണ്. റെസിപ്പിയൻ്റോ സർവീസോ ഗുഡ്സോ ഉള്ള വ്യക്തിക്കാണ് ITC ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. ഇൻവേർഡ് സപ്ലൈ ആണ് ഒരു റെസിപ്പിയൻ്റ് വരുന്നത്, ഔട്ട്വേർഡ് സപ്ലൈ ആണ് സപ്ലയറെ സംബന്ധിച്ച് നടക്കുന്നത്. സോ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് സപ്ലയറും അപ്ലോഡ് ചെയ്തിരിക്കണം. ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് റെസിപ്പിയൻ്റ്, അതായത് ഔട്ട്വേർഡ് സപ്ലൈ കൊടുത്തിരിക്കുന്നത് കറക്റ്റാന്നുള്ള രീതിക്ക് ഇൻവേർഡ് സപ്ലൈയും ആര് സബ്മിറ്റ് ചെയ്തിരിക്കണം, റെസിപ്പിയൻ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് റെസിപ്പിയൻറ്റിന് പ്രോപ്പറായിട്ട് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി സപ്ലയറും റെസിപ്പിയൻറ്റും കൊടുക്കുന്ന ട്രാൻസാക്ഷനിൽ ഡിഫറൻസ് ഉണ്ട്, അതായത് കാണിച്ചിരിക്കുന്ന GST എമൗണ്ട്സിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെസിപ്പിയൻറ്റിന് ഫുൾ എമൗണ്ട് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. എക്സസ് എമൗണ്ട് ആണ് അദ്ദേഹം ക്ലെയിം ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തത് ടാക്സബിൾ ആവും. ആ സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മാച്ചിങ് ഓഫ് ITC എന്താണെന്ന് നോക്കാം. അതായത് ദ ഡീറ്റെയിൽസ് ഓഫ് എവറി ഇൻവേർഡ് സപ്ലൈ ഫർണിഷ്ഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ for a tax period shall in such manner and within such time as may be prescribed be matched with, അതായത് നമ്മുടെ റെസിപ്പിയൻ്റ് ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ്, റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റെസിപ്പിയൻ്റ് ഇൻവേർഡ് സപ്ലൈയിൽ അദ്ദേഹം വാങ്ങിയിരിക്കുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് താഴെ പറയുന്ന 3 കാര്യങ്ങളുമായിട്ട് മാച്ച് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ITC മാച്ച് ആയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ 3 situation within the corresponding details of outward supply furnished by the corresponding registered person hereafter in this section referred to as supplier. നമ്മൾ ഇനി പറയുന്നത് സപ്ലയർ എന്നാണ്. ഔട്ട്വേർഡ് സപ്ലൈ സാധാരണ ഫർണിഷ് ചെയ്യേണ്ടത് സപ്ലയർ ആണ്. ഇൻ ഹിസ് വാലിഡ് റിട്ടേൺ ഫോർ ദി സെയിം ടാക്സ് പീരീഡ് ഓർ എനി പ്രിസീഡിങ് ടാക്സ് പീരീഡ്. അതായത് നമ്മൾ ഇൻവേർഡ് സപ്ലൈയിൽ നമ്മുടെ റെസിപ്പിയൻ്റ് കാണിച്ചിരിക്കുന്ന സെയിം ട്രാൻസാക്ഷൻ്റെ സെയിം GST എമൗണ്ട് തന്നെയാണ് ഔട്ട്വേർഡ് സപ്ലൈയിൽ നമ്മുടെ സപ്ലയർ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. അത് മാച്ച് ചെയ്യണം. അത് 2 ട്രാൻസാക്ഷനും കൂടെ മാച്ച് ചെയ്യണം. പിന്നെ മാച്ച് ചെയ്യേണ്ടത് വിത്ത് ദി IGST പെയ്ഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ദി കസ്റ്റംസ് താരിഫ് ആക്ട് 1975 ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം. എന്തെങ്കിലും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടിന് നമ്മൾ ഡോഗ് ഡ്യൂട്ടി ഒക്കെ കൊടുക്കുന്നത് പോലെ കസ്റ്റംസിൽ ക്ലിയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ആ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ എമൗണ്ടും റെസിപ്പിയൻ്റ് കാണിച്ചിരിക്കുന്ന ഇൻവേർഡ് സപ്ലൈയിൽ കാണിച്ചിരിക്കുന്ന IGSTയുടെ എമൗണ്ടും മാച്ച് ആണെങ്കിൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഫോർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഓഫ് ITC എന്തെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് 2 പേരുടെ കാര്യത്തിലും, അതായത് സപ്ലയറുടെ കേസിലും റെസിപ്പിയൻറ്റിൻ്റെ കേസിലും മാച്ച് ആണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് മാച്ച്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ITC ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് GSTIN ഓഫ് ദി സപ്ലയർ, അതായത് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദി സപ്ലയറുടെ GSTIN കൊടുക്കണം. അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിൻ്റെയും GSTIN കൊടുക്കണം. കാരണം റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലാണ് റെസിപ്പിയൻറ്റിന് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് നമ്പർ, ഇൻവോയ്സും ഡെബിറ്റ് നോട്ട് നമ്പറും ഒക്കെ ഇഷ്യൂ അത് പ്രോപ്പറായിട്ട് കാണിച്ചിരിക്കണം. ദെൻ ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്, ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എപ്പോഴാണെന്നൊക്കെ നോക്കണം. ദെൻ ടാക്സ് എമൗണ്ട്, എത്രയാണ് ടാക്സ് എമൗണ്ട് എന്നുള്ളതും വാലിഡായിട്ട് കാണിച്ചിരിക്കണം. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇൻവേർഡ് സപ്ലൈസിൽ ഇൻവേർഡ് സപ്ലൈസ് ഇൻക്ലൂഡിങ് ഇമ്പോർട്ടിനകത്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻവേർഡ് സപ്ലൈസിൽ ഈ താഴെ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി താഴെ പറയുന്ന കുറച്ച് സിറ്റുവേഷനും ആ സിറ്റുവേഷൻസിൽ നമുക്ക് ട്രാൻസാക്ഷൻ മാച്ച്ഡ് ആണോ മിസ്മാച്ച് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ, all transaction where IT's input credit details of recipient are matched for output tax are stated by the supplier and recipient. റെസിപ്പിയൻ്റ് കൊടുത്ത ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിലും സപ്ലയർ കൊടുത്ത ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസും തമ്മിൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഇൻപുട്ട് ക്രെഡിറ്റ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ വാലിഡ് ആണ്, അതായത് മാച്ച്ഡ് ട്രാൻസാക്ഷൻ ആണ് അത്. കാരണം 2 പേരും കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഡീറ്റെയിൽസ് ആണ്. സോ നമ്മുടെ റെസിപ്പിയൻറ്റിന് ആ എമൗണ്ട് എത്രയാണോ GSTയുടെ പേ ചെയ്തത് ആ പേ ചെയ്ത എമൗണ്ട് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും.
Then next situation, transaction where the ITC is duplicated by the recipient. ഇനി റെസിപ്പിയൻ്റ് ഈ ഒരു ITC ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നു, അതായത് ഒന്നിലധികം പ്രാവശ്യം ആ സെയിം എമൗണ്ട് ഓഫ് GST അദ്ദേഹം ITC ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ shall be communicated to the registered person in form GST MIS 1. അതായത് അങ്ങനെ റെസിപ്പിയൻ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെസിപ്പിയൻ്റ് അത് പ്രോപ്പറായിട്ടും രജിസ്റ്റേർഡ് പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഫോം GST MIS 1 ആണ്. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അത് ആയിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സണുമായിട്ട്, അതായത് സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ transaction where the claim of ITC is higher than the output tax declared by the supplier. അതായത് സപ്ലയർ കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സിനേക്കാൾ കൂടുതലാണ് ITC ക്ലെയിം ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? ആ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്ന GST എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഷുഡ് ബി ആഡഡ് ടു ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് ദി റെസിപ്പിയൻറ്റിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് അത് ആഡ് ബാക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12,000 rupees ആയിരുന്നു ശരിക്കുമുള്ള ITC, അതായത് GST സപ്ലയർ കാണിച്ചിരിക്കുന്ന 12% GST ആയിരുന്നു 1,00,000 rupeesന്. സോ 12,000 rupees ആയിരുന്നു സപ്ലയറുടെ റെക്കോർഡ്സിലുള്ള GST. പക്ഷെ നമ്മുടെ റെസിപ്പിയൻ്റ് 18% GST ആണ് അസ്യൂം ചെയ്ത് 18,000 rupees എന്തായിട്ട് ക്ലെയിം ചെയ്തു? ITC ആയിട്ട് ക്ലെയിം ചെയ്തു. സോ ശരിക്കും പറഞ്ഞാൽ അവിടെ എക്സസ് എമൗണ്ട് ഒരു 6,000 rupees ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 6,000 rupees നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ്, അതായത് റെസിപ്പിയൻറ്റിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കാണുന്ന ടൈമിൽ ഈ 6,000 rupeesഉം കൂടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്ത്, കാരണം എക്സസ് ആണല്ലോ അദ്ദേഹം ക്ലെയിം ചെയ്തത്, ആ എക്സസ് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ആഡ് ബാക്ക് ചെയ്ത് ആ എമൗണ്ട് തിരിച്ച് ആരടയ്ക്കണം? നമ്മുടെ റെസിപ്പിയൻ്റ് അടയ്ക്കണം. ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കാം. Transaction where the claim for ITC is higher than the output tax as declared by the supplier because the supplier has not furnished a particular transaction. അതായത് സപ്ലയർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സിനേക്കാളും കൂടുതൽ ITC ക്ലെയിം ചെയ്യുകയും ചെയ്തു. അതെന്തുകൊണ്ട് ക്ലെയിം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്ലയർ എന്ത് ചെയ്തിട്ടില്ല? ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് അവിടെ ഫർണിഷ് ചെയ്തിട്ടില്ല. അതായത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ വിട്ടുപോകുമോ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ ആരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല? റെസിപ്പിയൻറ്റിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്പിയൻറ്റ് സംബന്ധിച്ച് റെസിപ്പിയൻറ്റ് അത് സപ്ലയർ കൊടുത്തു എന്നുള്ള ധാരണയിൽ അദ്ദേഹം അവിടെ ഇരുന്ന് ആ ഒരു ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ലെയിം ചെയ്ത എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ആഡ് ബാക്ക് ചെയ്യും. ആരുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക്? റെസിപ്പിയൻറ്റിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക്. കാരണം സപ്ലയർ ഇവിടുന്ന് ഫർണിഷ് ചെയ്തിട്ട് സപ്ലയർ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് റെസിപ്പിയൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും തമ്മിൽ ഈക്വൽ, അത് ടാലി ആയാൽ മാത്രമാണ് റെസിപ്പിയൻറ്റിന് ITC ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിക്കും ഇവർ തമ്മിലുള്ള ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ITC ക്ലെയിം ചെയ്യുന്ന റൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് GSTR 1 ഔട്ട്പുട്ട് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് സപ്ലയർ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് GSTR 2 നമ്മുടെ റെസിപ്പിയൻ്റ് ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സപ്ലയർ GSTR 1 സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വാലിഡാണെന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് ആ പർച്ചേസിൻ്റെ എമൗണ്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് വരും. ആരുടെ ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക്? റെസിപ്പിയൻറ്റിൻ്റെ ക്യാഷ് ലെഡ്ജർ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് വരും. എന്നിട്ട് അദ്ദേഹത്തിന് ഇനി വരുന്ന ഫ്യൂച്ചർ ലയബിലിറ്റീസുമായിട്ട് അത് സെറ്റ് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ GSTR 1 ഔട്ട്വേർഡ് സപ്ലൈ സബ്മിറ്റ് ചെയ്യണം ആര്? സപ്ലയർ. GSTR 2 റെസിപ്പിയൻറ്റ് ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ സപ്ലയർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വാലിഡ് ആണെന്ന് റെസിപ്പിയൻറ്റും കൂടെ എൻഷുർ ചെയ്താൽ മാത്രമാണ് ആ എത്ര എമൗണ്ട് ആണോ GST ആയിട്ട് വന്നിരിക്കുന്നത് ആ എമൗണ്ട് റെസിപ്പിയൻറ്റിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ. എന്നിട്ടാണ് അദ്ദേഹത്തിന് ITC ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് റാറ്റിഫിക്കേഷൻ ഓഫ് ഡിസ്ക്രിപ്പൻസി. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അതിനെ റാറ്റിഫൈ ചെയ്യുന്ന, അതിനെ തിരുത്തുന്ന സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. എ സപ്ലയർ ടു ഹും എനി ഡിസ്ക്രിപ്പൻസി ഈസ് മെയ്ഡ് അവൈലബിൾ അണ്ടർ സബ് സബ്സെഷൻ 1 ഓഫ് ദി റൂൾ 71 may make suitable rectification in the statement of outward supplies to be furnished for the month in which the discrepancy is made available. അതായത് സപ്ലയർ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് കാണിച്ചിട്ടുണ്ടെന്നുണ്ട് അദ്ദേഹം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്പൻസി കണ്ടുപിടിച്ച ആ സെയിം മന്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ്സ് ആ ഒരു റെക്ടിഫിക്കേഷൻ തിരുത്തെല്ലാം നടത്തിയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ആ
ഏത് മന്തിലാണോ ഡിസ്ക്രിപ്പൻസി കണ്ടുപിടിച്ചത് ആ മന്തിൽ തന്നെ ആര് സബ്മിറ്റ് ചെയ്യണം? സപ്ലയർ സബ്മിറ്റ് ചെയ്യണം. ഇനി ഈ ഡിസ്ക്രിപ്പൻസി കണ്ടുപിടിച്ചിരിക്കുന്നത് റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആണ്. റെസിപ്പിയൻ്റ് ആണ് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ റെസിപ്പിയൻറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവേർഡ് സപ്ലൈസിൽ ഈ പർട്ടിക്കുലർ റെക്ടിഫിക്കേഷൻസ് എന്താണോ അത് തിരുത്തിയിട്ട് ആ ഏത് മന്തിലാണോ ഡിസ്ക്രിപ്പൻസി കണ്ടുപിടിച്ചത് ആ സെയിം മന്തിൽ തന്നെ അത് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. അതായത് ഡിസ്ക്രിപ്പൻസി റെക്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി സപ്ലയറും റെസിപ്പിയൻറ്റും അവരുടെ എറേഴ്സ് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവേർഡ് സപ്ലൈ ആയാലും ഔട്ട്വേർഡ് സപ്ലൈ ആയാലും അവരുടെ ഇൻവേർഡ് സപ്ലൈ ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ വിൽ മാച്ച് ആൻഡ് ക്രെഡിറ്റ് വിൽ ബി ഫൈനലി അക്സെപ്റ്റഡ്. ഇൻവേർഡ് സപ്ലൈ ഔട്ട്വേർഡ് സപ്ലൈ അപ്പോൾ മാച്ച് ആവുമല്ലോ. അപ്പോൾ ആരുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ആൾ ആ ഒരു ട്രാൻസാക്ഷൻ തിരുത്തി കഴിഞ്ഞാൽ, റെക്ടിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടുപേരുടെ സപ്ലയറുടെയും റെസിപ്പിയൻറ്റിൻ്റെയും ട്രാൻസാക്ഷൻസ് മാച്ച് ആവും. അപ്പോൾ ആ ആൾക്ക് ക്രെഡിറ്റ്, അതായത് റെസിപ്പിയൻറ്റിന് ക്രെഡിറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിസ്ക്രിപ്പൻസി നോട്ട് റെക്ടിഫൈഡ്, താഴെ പറയുന്ന സിറ്റുവേഷനിൽ റെക്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്പൻസി റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അങ്ങനെ ഡിസ്ക്രിപ്പൻസീസ് ഒന്നും റെക്ടിഫൈ ചെയ്തിട്ടില്ല, സപ്ലയറുടെ ഭാഗത്തുനിന്ന് ആ റെക്ടിഫിക്കേഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എത്ര എമൗണ്ട് ആണോ ITC ആയിട്ട് റെസിപ്പിയൻറ്റ് ക്ലെയിം ചെയ്തത് ആ ക്ലെയിം ചെയ്ത എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. ആ ക്ലെയിം ചെയ്ത എമൗണ്ട് എത്രയോ അത് തിരിച്ച് GST ആയിട്ട് അടയ്ക്കേണ്ടി വരും ആര് റെസിപ്പിയൻറ്റ്. അപ്പോൾ ഇവിടെ വേറൊന്നും നോക്കണ്ട, ഡിസ്ക്രിപ്പൻസീസ് റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റെസിപ്പിയൻറ്റിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് അദ്ദേഹം അതിൻ്റെ ടാക്സ് തിരിച്ചടയ്ക്കേണ്ടി വരും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ക്ലെയിം ഓഫ് ITC ഓൺ ദി സെയിം ഇൻവോയ്സ് മോർ ദാൻ വൺസ്. ഒരേ ഇൻവോയ്സിന് ഒന്നോ അതിലധികമോ പ്രാവശ്യം റെസിപ്പിയൻറ്റ് ITC ക്ലെയിം ചെയ്താൽ എന്താണ് പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് മോർ ദാൻ ട്വൈസ് അല്ലെങ്കിൽ മോർ ദാൻ വൺസ് നമ്മുടെ റെസിപ്പിയൻറ്റ് സെയിം GST ഇൻവോയ്സിന് ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് സപ്ലയറിനെ റെസിപ്പിയൻറ്റ് ഫോം GST MIS 1 ഇലക്ട്രോണിക്കലി അറിയിച്ചിരിക്കണം. അതായത് നമ്മുടെ കോമൺ പോർട്ടലിലൂടെ, അതായത് GST നെറ്റ്വർക്കിലൂടെ ഫോം GST MIS 1 റെസിപ്പിയൻറ്റ് അത് രജിസ്റ്റേർഡ് പേഴ്സണെ അറിയിച്ചിരിക്കണം. അതായത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിനെ 2 പ്രാവശ്യം എന്ത് ക്ലെയിം ചെയ്തിട്ടുണ്ട്, ITC ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കണം. അടുത്തത് ഫൈനൽ അക്സെപ്റ്റൻസ് ഓഫ് ITC ആൻഡ് കമ്മ്യൂണിക്കേഷൻ ദെയർ ഓഫ്. ഇപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷനിൽ റെസിപ്പിയൻറ്റ് ഫോം GST MIS 1 സപ്ലയറിനെ അറിയിച്ചു. സപ്ലയർ ആ എറേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സപ്ലയർ റെസിപ്പിയൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫോമാണ് ഫോം GST MIS 1. അതും ഇലക്ട്രോണിക്കലിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ITCക്ക് അക്സെപ്റ്റ് ചെയ്തു, അതായത് ITC എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്ത കാര്യം നമ്മൾ ഫോം GST MIS 1 റെസിപ്പിയൻറ്റ് സപ്ലയറിനെ അറിയിച്ചു. ഫോം GST MIS 2 ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫൈനൽ അക്സെപ്റ്റൻസ് ഓഫ് ITC നമ്മുടെ സപ്ലയർ നടത്തിയിട്ട് തിരിച്ചത് ആരെ അറിയിച്ചു? ഇലക്ട്രോണിക്കലി നമ്മുടെ കോമൺ പോർട്ടലിലൂടെ റെസിപ്പിയൻറ്റിനെ അറിയിച്ചു.